ഗുഡ് മോർണിംഗ് എവരിബഡി. മാർക്കസ് കിച്ചൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ഇവിടെ കാണിക്കാൻ പോകുന്നത് ഒരു നല്ല ബീഫ് ഉലത്തിയതാണ്. ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ബീഫ് ഉലത്താനായിട്ട് ബീഫിനെ ഒന്ന് മാരിനേറ്റ് ചെയ്യുകയാണ്. ഒരു 2.5 കിലോ ബീഫുണ്ട് ഇവിടെ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചോപ്ഡ് ഓണിയൻ, കറി ലീവ്സ്, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് തേങ്ങാക്കൊത്ത്, ഉപ്പ്, കുരുമുളക് പൊടി, കുറച്ച് ലെമൺ ജ്യൂസ്. ഇതെല്ലാം കൂടിയാണ് മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം വെക്കേണ്ടത്. എല്ലാം കൂടി നല്ലതായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് പുരട്ടി 1 മണിക്കൂർ വെക്കണം. ചേരുവകളും അളവുകളുമൊക്കെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും എഴുതി അറിയിക്കുക. മാരിനേറ്റഡ് ബീഫ് റെഡി ടു കുക്ക്. ഏകദേശം 1 മണിക്കൂറോളം മാരിനേറ്റ് ചെയ്ത് വെച്ച ബീഫ് ഞാൻ കുക്ക് ചെയ്യാനായിട്ട് അടുപ്പിൽ വെക്കുകയാണ്. ബീഫ് ചുക്ക, ബീഫ് സുക്ക, ബീഫ് ഫ്രൈ, ബീഫ് ഉലത്തിയത്, ഇങ്ങനെ പല പേരുകളിൽ അറിയപ്പെടും. സംഭവം പക്ഷേ ഒന്ന് തന്നെയാണ്. ഒരു നല്ല ബീഫ് ആയതുകൊണ്ട് 1/2 മണിക്കൂർ എടുക്കും വെന്ത് കിട്ടാനായിട്ട്. പ്രഷർ കുക്കറിൽ വെക്കുന്നില്ല. ബീഫിൽ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല. ചെറു ചൂടിൽ മൂടി വെച്ചിരിക്കുകയാണ്. ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വേകണം. അതിനായിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ബീഫിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി ചെറു ചൂടിൽ നിന്ന് വേകുകയാണ്. അഡീഷണലായിട്ടൊട്ടും വെള്ളം ചേർത്തിട്ടില്ല. ഏതാണ്ടൊരു 3/4 മണിക്കൂർ കൊണ്ട് ബീഫിലെ വെള്ളം നല്ലതായിട്ട് പറ്റിക്കഴിഞ്ഞു. ഇനി നമുക്കിതിനെടുത്ത് കടുക് വറുത്ത്. ബീഫ് നല്ലതായിട്ട് വെന്തു, അതിൻ്റെ വെള്ളം പറ്റി. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒരു 50 ml ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. കടുക്, തേങ്ങ കൊത്ത്, തേങ്ങാക്കൊത്ത് ഒരുവിധം ചുമന്ന് വരുന്നുണ്ട്. കുറച്ച് പത്തലുമുളക്, കരിവേപ്പില, ഓണിയൻ. ഓണിയൻ നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. സവോളയും തേങ്ങാക്കൊത്തും മറ്റെല്ലാ സംഗതികളും നല്ലവിധം ചുമന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കണം. ചെറു ചൂടിൽ ഇതിനെ നല്ലതായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. ഉണക്കിയെടുക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടം പോലാണ്. എല്ലാ വ്ളോഗേഴ്സും പറയുന്നത് പോലെ കിടുക്കാച്ചിന്നോ, അല്ലെങ്കിൽ ഒരു 1.5 അല്ലെങ്കിൽ ഒരു അടിപൊളിയെന്നോ, അല്ലെങ്കിൽ ഒരു ഉലത്തിയ ബീഫെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. നമ്മൾ നമ്മുടെ സാധാരണ നാടൻ ഭാഷയിൽ ഒരുവിധം ഭേദപ്പെട്ട് ഉലർത്തിയെടുത്ത ഒരു ബീഫ് ഫ്രൈ എന്നേ ഞാൻ പറയത്തുള്ളൂ. നമുക്ക് അഹങ്കാരമൊന്നുമില്ലല്ലോ. കുരുമുളകാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. നല്ല പാരച്ചൂട്ട് വെളിച്ചെണ്ണയും ഏതാണ്ട് ബീഫ് ഫ്രൈയുടെ ഫൈനൽ ലുക്കാണിത്. ഒരു പുതുപുത്തൻ എപ്പിസോഡുമായിട്ട്
വീണ്ടും കണ്ടുമുട്ടുന്നത് വരെയും ഇത്രയും നേരം എൻ്റെ പരിപാടി വാച്ച് ചെയ്തുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് അറിയിക്കുവാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ബീഫ് ഉലർത്തിയത്. ബൈ.